പണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ച വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്. ആ കവിതയുടെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി. അരിയില്ലാഞ്ഞിട്ടെന്നോ അരി ഉണ്ടെങ്കിലെന്നോ മറ്റുമായിരുന്നു. വളരെ സാധുവായ ഒരു മനുഷ്യൻ മരിക്കും. അതുവരെ അദ്ദേഹത്തെ ഒരു തരത്തിൽ സഹായിക്കാതിരുന്ന ആളുകളൊക്കെ ഇദ്ദേഹം മരിച്ചതിന് ശേഷം സഹായഹസ്തവുമായിട്ട് ഓടിയെത്തും. ഇതാണ് കവിത. അപ്പാവം ജീവിച്ച നാൾ അവനെ തുണക്കാഞ്ഞോർ തൽ പ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. മാവ് വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആപതും വിധവയെ ആശ്വസിപ്പിപ്പൂ ചിലർ എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരാൾ ചോദിക്കുന്നു, ഉണക്കലരി വേണം ഇത്തിരി ചുറ്റും തൂവാൻ. ഈ മൃതദേഹം നിലത്തിറക്കി കിടത്തിയിരിക്കുകയാണ്, തല തെക്കോട്ടും കാലും വടക്കോട്ടും ഇട്ട്. അപ്പോൾ ഈ മൃതദേഹത്തിന് ചുറ്റും, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭൗതിക ശരീരം, ഈ ഭൗതിക ശരീരത്തിന് ചുറ്റും തൂകാനായിട്ട് കുറച്ച് ഉണക്കലരി വേണം. അപ്പോൾ കരയുന്നതിനിടയ്ക്ക് ആ സ്ത്രീ പറയാണ്, അരി ഉണ്ടെങ്കിൽ അങ്ങേരെ അന്തരിക്കുകയില്ലല്ലോ. ഈ തൂകാൻ ഉപയോഗിക്കുന്ന ഉണക്കലരി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി കഞ്ഞി വെച്ച് കുടിച്ചാൽ എങ്കിലും മരിക്കുമായിരുന്നില്ല. ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിലും അതുപോലെ ടെലിവിഷൻ ചാനലിലുമൊക്കെ വാർത്തയായ നമ്മുടെ നാട്ടിക MLA CC മുകുന്ദൻ്റെ കാര്യമാണ്. CC മുകുന്ദൻ ഒരു പരമദരിദ്രനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ യാതൊരു പാങ്ങുമില്ല. ഭാര്യ 2 തവണ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എന്തൊക്കെയോ കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന് സാമാന്യം പ്രായമായി. ദേഹാധ്വാനം ചെയ്യാവുന്ന ജോലികളൊന്നും ഇന്നത്തെ കാലത്ത് പറ്റുകയില്ല. 2 പെൺകുട്ടികളാണ്. കല്യാണം കഴിക്കുന്നതിന് വലിയ സംഖ്യ ചിലവായി. സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുത്തത് ഒരു തവണ പുതുക്കി വെച്ചു. ഇനി പുതുക്കി വയ്ക്കാനും പറ്റുകയില്ല, അത് കുടിശ്ശികയായി. ലോൺ അടച്ചു തീർക്കാത്തതുകൊണ്ട് വീട് ജപ്തി ചെയ്യാനുള്ള കടലാസ് വന്നിരിക്കുകയാണ്. MLA ആയതുകൊണ്ട് മാത്രമാണ് ബാങ്കുകാർ ജപ്തി ചെയ്യാത്തത്. അതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനു പുറമെ ഈ വീട് ചോർന്നൊലിക്കുകയാണ്. ഇത്തവണത്തെ മഴയും കുറച്ച് കഠിനമാണല്ലോ. കർക്കിടക മാസത്തിൽ തോരാതെ മഴ പെയ്യുകയാണ്. MLAയുടെ വീട്ടിലെ 2 പ്രധാനപ്പെട്ട ഗൃഹോപകരണങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ബക്കറ്റും മറ്റത് ചാക്കുമാണ്. അതായത് ഈ ഓട് പൊട്ടിയ സ്ഥലത്തെ കൂടി വെള്ളം നന്നായിട്ട് ചോരുന്നുണ്ട്. ഈ ചോരുന്ന വെള്ളം തുടച്ച് നീക്കാനായിട്ട് ചാക്കും, പിന്നെ കണ്ടമാനം വെള്ളം വീഴുന്ന സ്ഥലത്ത് ആ വെള്ളം പിടിക്കാനായിട്ട് ബക്കറ്റും. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ. പുള്ളി MLA ആയതിനു ശേഷം MLAമാർക്ക് കാറ് മേടിക്കാനായിട്ട് ഒരു സഹായഹസ്തമുണ്ട്. അത് പ്രകാരം കുറഞ്ഞ പലിശയ്ക്ക് പണം വായ്പ കിട്ടും. അങ്ങനെ ഒരു കാറ് വാങ്ങിച്ചു. ഇപ്പോൾ അതിൻ്റെ ലോണും ഗഡുവായിട്ടിരിക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട MLA ഉള്ളത്. CPIയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നൊരു വാർത്തയുണ്ട്. അതിനോട് പുള്ളി പ്രതികരിക്കുന്നത് ഞാൻ TV കണ്ടു. കടം ഇങ്ങനെ കൂടി വരികയാണ്. MLA ആയതിനു ശേഷം ആകെ ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് കടബാധ്യത വർദ്ധിച്ചു എന്നുള്ളത് മാത്രമാണ് എന്ന് പുള്ളി പറയുന്നത് കേട്ടു. എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഇദ്ദേഹത്തെ അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ പുള്ളി ജയിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചില കുബുദ്ധികൾ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുത്തു. കഥയൊന്നുള്ള കേസല്ല, വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മെനക്കെടുത്താൻ വേണ്ടി കൊടുക്കുന്ന കേസാണ്. അന്ന് ഈ പാവപ്പെട്ട മുകുന്ദന് വേണ്ടിയിട്ട് ഞാനാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. 2 തവണ പുള്ളി എറണാകുളത്ത് എൻ്റെ വക്കീലാഫീസിൽ വന്നു. ആദ്യം വന്ന് വക്കാലത്ത് ഒപ്പിടാനും രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പിടാനും വരും. ഭാഗ്യത്തിന് വിചാരണയൊന്നും വേണ്ടി വന്നില്ല. ജസ്റ്റിസ് സോമരാജൻ എന്ന് പറഞ്ഞ വളരെ നീതിമാനായ ഒരു ന്യായാധിപൻ്റെ അടുത്ത് വന്നു. ഇത് വെറും ഫ്രോഡ് കേസാണെന്ന്, യാതൊരു മെറിറ്റും ഇല്ലെന്നും അദ്ദേഹത്തിന് തെളിവെടുക്കാതെ തന്നെ മനസ്സിലായി. വാദം കേട്ട് അപ്പോൾ തന്നെ തള്ളിക്കളയും. അതുകൊണ്ട് പാവം മുകുന്ദേട്ടന് കൂടുതൽ പൈസ ചിലവാക്കേണ്ടതായിട്ട് വന്നില്ല. പുള്ളി അതുകൊണ്ട് 10,000 രൂപയുടെ ഫീസ് തന്നു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. പരമസാധുവാണ്. അദ്ദേഹത്തോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു മുനിസിപ്പൽ കൗൺസിലർ മനസ്സ് വെച്ച് എത്ര കാശുണ്ടാക്കാൻ പറ്റും? പോട്ടെ, നാട്ടികയിൽ തന്നെ MLAമാരായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. ഒരു നിസ്വാർത്ഥ പൊതുപ്രവർത്തകനായ TN പ്രതാപൻ, അത് എപ്പോഴും ദാരിദ്ര്യത്തെ പറ്റി ദുരിതത്തെ പറ്റി പറയും. പുള്ളിയുടെ കയ്യിലുള്ള അത്ര കാശ് ആരുടെങ്കിലും കയ്യിലുണ്ടോ? പുള്ളിക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ എന്തുമാത്രം ആൾക്കാരുള്ളത്? കേരളത്തിൽ എത്ര പേരാണ്? അല്ലെങ്കിൽ ഖത്തറിൽ എത്ര പേരാണ്? ദുബായിൽ എത്ര പേരാണ്? പ്രതാപേട്ടൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മടിശീല തുറന്ന് സ്വർണ്ണപരാഹൻ വരെ വാരിക്കൊടുക്കും. അതാണ് പ്രതാപൻ. അതുപോലെ ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പ് CPIയുടെ തന്നെ ഗീതാ ഗോപി എന്ന് പറഞ്ഞ ഒരു സാധു സ്ത്രീയായിരുന്നു. അവരും വളരെ ദരിദ്രയാണ്, നിസ്സുയാണ്. പക്ഷേ മകളുടെ കല്യാണം നടത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ആനയെ നെറ്റിപ്പട്ടം കെട്ടിച്ച പോലെയായിരുന്നു സ്വർണ്ണാഭരണം. അത് പാർട്ടിക്ക് അതേക്കുറിച്ച് വലിയ വിപ്രതിപത്തി ഉണ്ടായി. അതിനെ തുടർന്നാണ് ശ്രീമതിക്ക് ഇത്തവണ സീറ്റ് കൊടുക്കാഞ്ഞ് എന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെയുള്ള നാട്ടിക മണ്ഡലത്തിലാണ് ഈ പാവം മുകുന്ദൻ MLA ആയിട്ടിരിക്കുന്നത്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോഴും ചോരുകയാണ്. ചോർന്നത് മാത്രമല്ല, ഈ VS അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇരുട്ടായി. വീട്ടിലേക്ക് കയറിയതും ഈ വീട്ടിൽ തളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാല് വഴുതി പുള്ളി ഇരിക്കക്കുത്തായിട്ട് വീണു, കാല് ഒടിഞ്ഞു. കുറച്ച് നാളത്തേക്ക് ആശുപത്രിക്കാർ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കാല് പ്ലാസ്റ്റർ ഇട്ട് പുള്ളി വീട്ടിലിരിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെ വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള മനുഷ്യനല്ലല്ലോ, അവിടെ ആൾക്കാർ അധികം പേര് അറിഞ്ഞില്ല. പക്ഷേ മാതൃഭൂമിയുടെ തൃശ്ശൂർ ലേഖകൻ MJ ബാബു എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ഇയാൾ ഇതുപോലുള്ള വാർത്തകൾ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ്. നേരത്തെ ഈ ആമയെ പിടിച്ച കേസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പട്ടികവർഗത്തിൽപ്പെട്ട ചില ആളുകൾ ഈ റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ആമകളെ പിടിച്ചു. അത് വനംവകുപ്പുകാർ കേസാക്കി അവരെ കുറച്ച് ദിവസം റിമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ജാമ്യം ഒപ്പിടാൻ സമയത്തിന് ചെല്ലാഞ്ഞ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് പിന്നെയും ജയിലിലാക്കി. അപ്പോൾ ആ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ആളാണ് MJ ബാബു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു. പുള്ളി മാതൃഭൂമിയിൽ വാർത്തയാക്കി. മാതൃഭൂമി പേപ്പർ വായിച്ചപ്പോൾ മനോരമക്കാരും ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാരൊക്കെ ഉത്സാഹഭരിതരായി. എല്ലാവരും MLA കാല് തെറ്റി വീണു, അദ്ദേഹത്തിൻ്റെ വീട് ചോർന്നു ഒലിക്കുകയാണ്, അദ്ദേഹത്തിന് കടബാധ്യതയുണ്ട്, കടം വീട്ടാനാകാതെ കുടുംബം നിരാലംബമാകുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്റ്റോറി കൊടുത്തു. ഈ സ്റ്റോറി കണ്ടപ്പോഴാണ് CPIക്കാരടക്കമുള്ള മാന്യന്മാർക്കൊക്കെ ഇത് ഇത്ര ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് മനസ്സിലായത്. അതറിഞ്ഞ ഉടനെ തന്നെ സഖാവ് ബിനോയ് വിഷം വിളിച്ചു. മൂന്നേട്ടാ ഒന്ന് പേടിക്കേണ്ട, ഞങ്ങളുണ്ടെന്ന്. മോൻ കിടന്നു അപ്പം പുതപ്പിക്കാമെന്ന് പറഞ്ഞ രീതിയിൽ. അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ശിവാനന്ദനാണ്. ശിവാനന്ദൻ ഉടനെ തന്നെ പാർട്ടിയുടെ കാറെടുത്തിട്ട് ആദ്യക്കാട്ടേക്ക് വിട്ടു. മൂന്നേട്ട ഒന്നും പേടിക്കണ്ട, പാർട്ടിയുടെ കംപ്ലീറ്റ് പിന്തുണയുണ്ടെന്ന്. പാർട്ടിക്കാർക്ക് അനഭിമതനായി നിൽക്കുന്ന വേറൊരു നേതാവാണ് K ഇസ്മായിൽ. ഇസ്മായിൽ ഇത് അറിഞ്ഞ ആകെ അസ്വസ്ഥനായി. പുള്ളി ഉടനെ ഫോൺ എടുത്തിട്ട് മൂന്നനെ വിളിച്ചു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, മഹാനായ നമ്മുടെ മുഖ്യമന്ത്രി അതേ ഭരണചക്രം ധരിക്കുന്നതിൻ്റെ വലിയ തിരക്കിലാണ്. രാജ്യത്തെ കാറും കോളും നിറഞ്ഞ ഈ സമുദ്രത്തിൽ കൂടി നയിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ ഇത് അറിഞ്ഞ് ഉടനെ തന്നെ ഫോണെടുത്ത് മൂന്നനെ വിളിച്ചു. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ശരിയാക്കണമെന്ന് നമുക്കറിയില്ല. അങ്ങനെ മുഖ്യമന്ത്രി വരെ വിളിച്ച് മൂന്നന് അഥവാ മൂന്നേട്ടന് സർവ്വ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇവരെ കൂടി പുള്ളി സഹായിച്ച് ഏത് രൂപത്തിലാക്കി കളയും എന്നുള്ളതാണ്. ഇവിടെ കൂടി കഴിയുന്നില്ല. നമ്മൾ ആലോചിക്കണം, ഈ പുള്ളി എവിടെയാണ്, എവിടുത്തെ MLA ആണ്? നാട്ടിക MLA ആണ് ഇല്ലേ? നാട്ടികയിലാണ് ലോകത്തെ ഏറ്റവും കരുണാമയനായ മുതലാളി ഉള്ളത്, വേദനിക്കുന്ന കോടീശ്വരൻ. ഈ കോടീശ്വരൻ്റെ സ്ഥലത്താണ് ഈ പാവപ്പെട്ട MLA ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടം കയറി വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലെത്തിയിരിക്കും. മഹാനായ കോടീശ്വരൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ട ഉടനെ തന്നെ പുള്ളി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ റോളിൽ അഭിനയിക്കും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്വന്തം ബെൻസ് കാർ ഓടിച്ചില്ല. എന്നിട്ട് മൂന്നിൻ്റെ കടം കാരമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ അടച്ചു തീർത്തു, മൂന്നിൻ്റെ ആധാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയും. അത് നിങ്ങൾ സംശയമുണ്ടെന്ന് നോക്കിക്കോ. പിന്നെ ഇങ്ങനൊരു ഔദാര്യം പുള്ളി മേടിക്കുമെന്ന് എനിക്കറിയില്ല. ഈ മൂന്നൻ എന്ന് പറഞ്ഞ സഖാവ് ആത്മാഭിമാനമുള്ള ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വൈലോപ്പള്ളിയെക്കുറിച്ച് ഓർത്ത് ഇത്രയും നാൾ ഈ പരിവട്ടവും പ്രാരംഭവും ആയിട്ട് നടന്നിരുന്ന പാവം മുകുന്ദൻ ഈ മാതൃഭൂമിയിലെ MJ ബാബുവിൻ്റെ റിപ്പോർട്ട് വന്നോടി ഏതാണ്ട് ശ്രീകൃഷ്ണൻ കാണാൻ പോയ കുചേലൻ്റെ അവസ്ഥയിലായിരിക്കുകയാണ്. ഇപ്പം നാനാ ഭാഗത്തുനിന്ന് സഹായ വാഗ്ദാനങ്ങളിങ്ങനെ ഓളം വെട്ടുകയാണ്. അദ്ദേഹത്തിന് ഇതെന്ത് സംഭവിക്കുന്നത് ഞാൻ പറയാൻ ആളല്ല. ഏതായാലും ഇങ്ങനെയുള്ള ആളുകൾ MLAമാരായിട്ടുണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. പണ്ട് നമ്മുടെ മാഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ സത്യസന്ധരായ MLAമാർക്ക് അവസാനം പൊതുപ്രവർത്തനം കഴിയുമ്പോൾ ആകെ MLA പെൻഷൻ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ഈ പെൻഷൻ ഉള്ളതുകൊണ്ട് ടെൻഷനില്ല എന്നാണ് മാഷ് പറഞ്ഞത്. ഏതായാലും മൂന്നന് MLA പെൻഷൻ കൊണ്ട് വീട്ടാവുന്ന കടങ്ങളല്ല ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇനി ഏതൊക്കെ കോടീശ്വരന്മാരാണ്, ഏതൊക്കെ പാർട്ടിക്കാരാണ് പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ദുരിതാശ്വാസ നിധി പിരിക്കുക എന്നറിയില്ല. അദ്ദേഹത്തിന് കടബാധകളിൽ നിന്ന് ഏതായാലും മോചനം ലഭിക്കട്ടെ എന്ന ആശംസയോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വിപ്ലവ അഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.